ആദരിച്ചത്. എന്നെ കാലില്ല നമ്മളെ തൊടയില് ആ ഒരു ഭാഗത്ത് മൂപ്പർക്ക് ഒരു നഖം വളർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. എത്രാം ക്ലാസ് ആയിട്ട് വരും? 4th 4 സ്കൂളിൽ ഞാനൊരു 6ാം ക്ലാസ്സില്. അപ്പൊ ആ ഒരു എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത്? എന്നെ കാലില്ല നമ്മളെ തൊടയില് ആ ഒരു ഭാഗത്ത് മൂപ്പർക്ക് ഒരു നഖം വളർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി കാണാത്ത വേറെ കേൾക്കാത്തതാണെന്ന് എനിക്കറിയില്ല. ആ കൈ വെച്ചിട്ട് അവിടെ നുള്ളാന്ന് പറയും. നമ്മളവിടെ നുള്ളാന്ന് പറയും. എന്താ ആ ഭയങ്കര സ്ട്രോങ് ആയിട്ട്. ഇത് മദ്രസയിൽ എത്രാം ക്ലാസ് ആയിട്ട് വരും? 4th 4 സ്കൂളിൽ ഞാനൊരു 6ാം ക്ലാസ്സില്. അപ്പൊ ആ ഒരു വയസ്സ് വെച്ച് നോക്കിയില്ല. അപ്പൊ ഞാനിപ്പോ സ്റ്റാൻഡേർഡിലോട്ട് പാസ്സായി. അപ്പൊ എന്റെ മനസ്സിൽ ആകെ ഒരു പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാട്സപ്പിൽ വന്നൊരു വീഡിയോ വളരെ ഗൗരവമുള്ള വീഡിയോയാണ്. ഇത് കേൾക്കേണ്ടതാണ്. ഇത് ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ഉസ്താദ് 4ാം ക്ലാസ്സിൽ ആ വിദ്യാർത്ഥിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഒരു സഹോദരൻ ഇതിൽ ചോദിക്കുന്നുണ്ട്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു യുക്തിവാദിയാണ്, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേര് വെച്ചുകൊണ്ട് ഒരു യുക്തിവാദിയാണ്. കാരണം അദ്ദേഹത്തോടു കൂടി ഒരു പെൺകുട്ടി ചോദിക്കുന്നു, ആ ചോദ്യത്തിന് അയാൾക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല. പറ്റാതിരിക്കുമ്പോൾ വലിയ ഇസ്ലാമിക പണ്ഡിതനായ ഒരാൾക്ക് പോലും മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇസ്ലാമിൽ അതിനൊന്നും മറുപടിയില്ല, ഇതൊക്കെ പൊള്ളയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ ഒരാൾക്ക് മറുപടി പറയാൻ അറിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് വിവരമില്ല എന്നല്ലാതെ, പക്ഷേ അതിന് മറുപടി ഇസ്ലാമിലില്ല എന്നല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അത് പരിപൂർണ്ണം കേൾക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, കബളിപ്പിക്കാൻ വേണ്ടി. നോക്ക്, ഒരു വീഡിയോ കേട്ട് നോക്ക്. ഇവിടെ നിന്നും ഒരു സഹോദരി ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത്? ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മത കുറവുണ്ട്. നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ ശരി, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞെടുത്തു എന്ന ആ ചോദ്യം എന്നോടല്ല, ആ ചോദ്യം നിങ്ങൾ അള്ളാഹിനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ. അപ്പൊ ആ ചോദ്യം ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. അതിന് ഒന്നാമത്തെ ഉത്തരം, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു നിയമ സംവിധാനമാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത സംവിധാനമാണ്. അതിന്റെ പിന്നിലെ യുക്തി, ലക്ഷ്യം നമുക്ക് അറിയില്ല. അതാണ് അതിൻ്റെ മതപരമായ നിലയിലുള്ള ഉത്തരം. ബാക്കി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏത് ഉത്തരങ്ങളും ഒരു പക്ഷേ ആ ഉത്തരങ്ങൾ അല്ലെങ്കിലോ അള്ളാഹ് പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പ്രവാചകന്മാരാക്കാൻ കണ്ടെത്തിയ മാർഗം. അപ്പൊ അതാണ് അതിലെ ഏറ്റവും സൂക്ഷ്മതമായിട്ടുള്ള ഉത്തരമെന്ന് ഞങ്ങളെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. പക്ഷെ അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പദവികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ, ലോകത്ത് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള, ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു കാര്യം, ഒരു ദർശനങ്ങളും ലോകത്ത് അവതരിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ ഘടന തന്നെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫാത്തിഹ, ബഖറ, ആലിംറാൻ, പിന്നെ തുടങ്ങുന്ന സൂറത്തു നിസാ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് റിജാലില്ലാത്തെന്ന് ചോദിക്കാമല്ലോ. എന്തുകൊണ്ട് സൂറത്ത് റിജാലില്ല? പുരുഷന്മാരെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം ഖുർആനിലല്ലോ. അപ്പൊ ഖുർആൻ നൽകിയ അതിന് ഏറ്റവും അടിസ്ഥാന സ്ത്രീക്ക് നൽകിയ ഒരു പദവിയുണ്ട്, സൂറത്തു നിസാ. അത് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാൻ മാത്രമാണ് എന്ന് തിരിച്ചറിയണം. അത് നമുക്കെതിരുണ്ടായിരിക്കണം. സൂറത്തു നിസാ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശത്തെക്കുറിച്ച് മാത്രം പറയാനാണ്. ആ ഒരൊറ്റ സൂറത്ത് തന്നെ മതി ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പദവിയെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടാൻ. സാറ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ മറ്റൊരു സഹോദരൻ്റെ ഒരു 4ാം ക്ലാസ്സിൻ്റെ ഒരു അനുഭവം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഈ സഹോദരിക്കുള്ള ഒരു ചോദ്യം ഇതാണ്. കാരണം ഇത് എന്തുകൊണ്ട് പ്രവാചകന്മാർ അല്ലേ, സ്ത്രീകൾ പുരുഷന്മാരെ പ്രവാചകന്മാരായി എന്തുകൊണ്ട് പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തു, സ്ത്രീകൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എങ്ങാനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്ത്രീകളെ പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ, യുക്തിവാദിയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ഉദ്ദേശം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്, അതായത് ഇതിന് മറുപടി ഇല്ലയെന്ന് ഇസ്ലാമിൽ
മറുപടി ഇല്ല, ഇയാൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ പറ്റാതെ കൊണ്ട് ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞ് അത് അള്ളാഹുവിനോടുള്ള ചോദ്യമാണ്, അത് വിശ്വാസത്തിൻ്റെ ഈമാൻ്റെ കുറവ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം മറുപടി ഇല്ല എന്ന രീതിയിലാണ്. ഒരു പക്ഷേ സ്ത്രീയെ അള്ളാഹു പ്രവാചകനാക്കുമായിരുന്നുവെങ്കിൽ എങ്ങനെ ആയിരിക്കും ചോദ്യം? അവരുടെ ചോദ്യം ഇങ്ങനെ ആകുമായിരുന്നു: അള്ളാഹു മണ്ടനാണോ എന്നാണ്. ഒരു പ്രവാചകനായി സ്ത്രീയെ ഏറ്റെടുക്കാൻ പറ്റുമോ? സ്ത്രീയെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഒരാൾ നല്ല ബുദ്ധിയും വിവേകമുള്ള ആളാണെങ്കിൽ സ്ത്രീയെ തിരഞ്ഞെടുക്കുമോ ഒരു പ്രവാചകനായിട്ട്? കാരണം ഇസ്ലാമിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിൽ പ്രവാചകത്വം എന്നുള്ളത് ഒരു അധികാരമല്ല. വളരെ കൃത്യമായി മനസ്സിലാക്കണം. മറിച്ച് ഇസ്ലാമിൽ പ്രവാചകത്വം എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു കഠിനമായ ഉത്തരവാദിത്വമാണ്, അല്ലേ? പുരുഷന്മാർ ഈ ദൗത്യത്തിന് തിരഞ്ഞെടുക്കാൻ പ്രായോഗികമായ ചില കാരണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് ആയത്തും ഹദീസും വിശദീകരണങ്ങളും അതിനെ ശാസ്ത്രീയം ഒന്നും പറയണ്ട, ഒന്ന് മനസ്സിലാക്കി നോക്കൂ. ഒന്നാമത്തൊരു കാരണം എന്നുള്ളത് സാമൂഹികമായ വെല്ലുവിളികൾ തന്നെയാണ് സ്ത്രീകളെ പ്രവാചകന്മാരാക്കാതിരിക്കാൻ ഒന്നാമത്തെ കാരണം. നോക്കൂ, പ്രവാചകന്മാരായാൽ എന്ത് സംഭവിക്കും? പ്രവാചകന്മാരായാൽ ജനങ്ങളുമായി നിരന്തരമായി സഞ്ചരിക്കേണ്ടവരാണ്. നിരന്തരമായി ജനങ്ങളുമായി സഞ്ചരിക്കാൻ ഇത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അക്കാലത്ത് സാധ്യമല്ല. കാരണം അത്ര സുരക്ഷിതരല്ല സ്ത്രീകൾ. അതുപോലെ രണ്ടാമത് നാം മനസ്സിലാക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ നിരന്തരമായി നേതൃത്വം നൽകേണ്ടി വരും. അത് സ്ത്രീക്ക് സാധിക്കുമോ? നാം ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ ശത്രുക്കൾക്കുണ്ടാകുന്ന ഭീഷണികൾക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് അക്കാലത്തൊന്നും അത് സാധിക്കുന്ന കാര്യമേ അല്ല. ഇക്കാലത്തും സാധ്യമല്ല, നമുക്കറിയാമല്ലോ സ്ത്രീകളുടെ അവസ്ഥ. പിന്നെ സ്ത്രീകളുടെ ശാരീരികമായ പ്രകൃതി, അവർക്ക് ഇസ്ലാം നൽകുന്ന പ്രത്യേകമായ സുരക്ഷിത, ഇത്തരം കഠിനമായ സാഹചര്യങ്ങൾ അവർക്ക് പ്രായോഗികമായി പ്രയാസകരമാണ്. സ്വാഭാവികമായി നമുക്കിത് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. പിന്നെ മറ്റൊരു കാരണം, അതായത് ജൈവികമായ കാരണങ്ങൾ. ഒന്ന്, അവരുടെ ഗർഭാവസ്ഥ, അതുപോലെ പ്രസവം, അതുപോലെ മുലയൂട്ടൽ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, അല്ലേ? അത് സ്ത്രീകളുടെ സ്വാഭാവികമായ ശാരീരിക അവസ്ഥകളാണ്. പ്രവാചകത്വം എന്നുള്ളത് വിശ്രമമില്ലാത്തൊരു ദൗത്യമാണല്ലോ. ഈ വിശ്രമമില്ലാത്ത ദൗത്യത്തിന് ഇതൊക്കെ തടസ്സമാകും സ്ത്രീകളാകുമ്പോൾ. പെട്ടെന്ന് യുദ്ധങ്ങൾ പുറപ്പെടും, പെട്ടെന്ന് നിരന്തരമായി ജനങ്ങളുമായി ഇടപെടാൻ ഈ അവസ്ഥയിലൊക്കെ അവർക്ക് സാധിക്കുന്നതല്ല. പിന്നെ നേതൃത്വത്തിൻ്റെ സ്വഭാവം. ഒരു പുരുഷൻ സമൂഹത്തിലെ ഏത് തട്ടിലുള്ളവരെയും ഇടപെടാൻ ഒരു പുരുഷനിക്ക് സാധ്യമാകും, എപ്പോഴും സാധ്യമാകും. പക്ഷേ ഒരു സ്ത്രീക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള സാമൂഹികമായ വിഷയത്തിൽ പുരുഷന്മാരുമായി ഇടപെടാൻ ഒരിക്കലും സ്ത്രീകൾക്ക് സാധ്യമല്ല. അത് നടക്കുന്ന കാര്യമല്ല. നടക്കുമോ? അങ്ങനെ പിന്നെ സ്ത്രീകൾക്ക് ഇസ്ലാമില്ല സ്ഥാനം അത് പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം, അല്ലേ? ഇസ്ലാമിൻ്റെ നിർബന്ധമായ കാര്യങ്ങൾപ്പെട്ടതാണ് ഹജ്ജ്, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സൈ എന്നുള്ളത്. സൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ. അതാരെ സ്മരിച്ചുകൊണ്ടാണ്? ഒരു മഹദിയായ ഹാജറ റളിയല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ്, ഒരു സ്ത്രീയെ സ്മരിച്ചുകൊണ്ടാണ് ഒരു പ്രവൃത്തി. നാം ഏറ്റവും കൂടുതൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. റമദാൻ വന്നാലൊക്കെ തുടങ്ങും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ. ഈ സ്വർഗ്ഗത്തെക്കുറിച്ച് നിരന്തരം, സ്വർഗ്ഗം എവിടെയാണ് പറയുന്നത്? ഒരു സ്ത്രീയുടെ കാലിനടിയിലാണ്, നിൻ്റെ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗ്ഗമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ഒരു മകളുടെ പരിപൂർണ ഉത്തരവാദിത്വം ഒരു വാപ്പ ഏറ്റെടുത്താൽ നരകത്തുനിന്ന് രക്ഷയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നത് ആരോടാണ്? എൻ്റെ കുടുംബത്തോടാണ്, അതായത് ഭാര്യയോടാണ്. ഭാര്യയ്ക്ക് സംരക്ഷണം നൽകൽ, അതുപോലെ ഉമ്മയുടെ സംരക്ഷണം, മക്കളെ ഏറ്റെടുക്കൽ, അങ്ങനെ നിരന്തരമായി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നോക്കൂ. നമുക്ക് അതുപോലെ ഒരു ഉദാഹരണമൊക്കെ പറയാം. സ്ത്രീകളെന്ന് പറയുന്നത് ഒരു സ്വർണം പോലെ, പുരുഷന്മാർ എന്ന് പറയുന്നത് ഒരു കറൻസി പോലെ. കറൻസി എല്ലാ സമയത്തും ഇടപെടും,
എന്നാൽ കറൻസിയേക്കാൾ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതാണ് സ്വർണം, രത്നങ്ങളാണ്. അതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. നല്ല സംരക്ഷണം നൽകേണ്ടതാണ്, വളരെ സംരക്ഷണം. ഉദാഹരണക്ക് വൈദ്യുതി പ്രവൃത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ ട്രാൻസ്ഫോർമർ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കൂ. അത് വെയിലത്ത് കാറ്റും അല്ലേ വെയിലും മഴയും കൊണ്ട് അതിൻ്റെ വൈദ്യുതി വീട്ടിലേക്ക് നൽകുന്നു. വീട്ടിൽ ഉള്ള ഒരു ബൾബ് പോലെയാണ് സ്ത്രീകൾ എന്നുള്ളത്. അത് വീട്ടിന് പ്രകാശം നൽകുന്നുണ്ട്. അതുപോലെ ഒരു പ്രവൃത്തിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രവൃത്തി എടുത്ത് നോക്ക്. ആ പ്രവൃത്തിയുടെ ഒരു മേൽനോട്ടക്കാരനെ പോലെയാണ് ഒരു പ്രവാചകത്വം ചെന്നത്. അദ്ദേഹം ആ വെയിലും ചൂടും എല്ലാം കൊണ്ട് ആ പ്രവൃത്തിയെ നിയന്ത്രിക്കണം. അതിനെ കാര്യം നിർവഹിക്കുന്നവളെ പോലെയാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്ത്രീ ഓഫീസിലിരുന്ന് എല്ലാം നിയന്ത്രിക്കാൻ പറ്റും. കാരണം എന്നാൽ സ്ത്രീക്ക് അവിടെ കാര്യം നിർവഹിക്കുന്ന ആൾക്ക് അതിൻ്റെ വാല്യൂ കുറയുന്നില്ലല്ലോ, മൂല്യം കുറയുന്നില്ലല്ലോ. അതുപോലെ നമുക്കങ്ങനെ ഒരുപാട് ഉദാഹരണത്തിലൂടെയും ഈ കാര്യങ്ങൾ, ഒരു ഉദാഹരണക്ക് സേനാനായകൻ, അതുപോലെ രാജകുമാരി ഒരു ഉദാഹരണത്തിൽ നോക്കുക. സേനാനായകൻ വെയിലത്ത് അല്ലെ വെയിലും കൊണ്ട് എപ്പോൾ എന്ത് സംഭവിക്കുന്നറിയില്ല. പക്ഷേ രാജകുമാരി എങ്ങനെയാണ്? വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കലാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിൽ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിരന്തരമായി പറയാൻ പറ്റും. അതിലോട്ട് നാം പ്രവേശിച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. എന്നെ അടുത്ത ഒരു സംശയം, ഒരു സഹോദരിയുടെ സംശയം, അതൊന്ന് കേട്ട് നോക്കൂ. ഡൗട്ട്സ് ചോദിക്കുന്ന കുട്ടികളാണ്, നല്ല കുട്ടികൾ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സാർ ആ സമയത്ത് ചോദിച്ചില്ല. ആ സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാവും ചന്ദ്രനൊക്കെ പിളർന്നാൽ, ചന്ദ്രനെ പിളർന്നാൽ എന്താ പറയാ അതിന്റെ ഉള്ളിലുള്ള ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ലോകം നശിക്കൂലേ, ഇങ്ങനെ കുറെ ചിന്തകൾ ഒരു കുഞ്ഞായിരുന്ന ഒരു 4-ാം ക്ലാസ്സിലല്ല 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉള്ളില് വന്നു. അപ്പൊ സംശയം ചോദിക്കുന്നത് ഇഷ്ടമാണല്ലോ, നമുക്ക് ചോദിച്ചിട്ട് ഞാൻ സാറെടുത്ത് പോയി ഒരു അഭിമാനത്തോടെയാണ് ഞാൻ പോകുന്നത്. വളരെ പ്രൗഡായിട്ടൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. സാർ എന്തായാലും എന്നെ കൂടുതൽ അംഗീകരിക്കും, നമ്മളെ അതെ അതെ ആ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ആളുടെ അടുത്ത് പോകുന്നത്. പക്ഷെ പോകുമ്പോ ഞാൻ ഒറ്റക്കായിരുന്നു പോയിരുന്നത്. അപ്പൊ ആള് റൂമിൽ ഒറ്റക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ട്, എന്റെ ഡൗട്ട്സ് ഞാൻ ചോദിച്ചു. ഇങ്ങനെ ചന്ദ്രനെ പിളർക്കുമ്പോ എന്തായാലും എന്തെങ്കിലും പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവില്ല, തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ഇതിന്, ഇങ്ങനെ തെളിവുകൾ എന്തെങ്കിലും കണ്ടു അങ്ങനെ ഞാൻ ചോദിച്ചു, തെളിവുകൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സാർക്ക് പറയാൻ ഉത്തരമില്ലാത്തോണ്ടാണോ എന്തോന്നും അറിയില്ല. എന്താ പറയാ, എന്നെ കാലില്ലേ നമ്മളെ തൊടയില് ആ ഒരു ഭാഗത്ത് മൂപ്പർക്ക് ഒരു നഖം വളർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നീ കാണാത്ത വേറെ കേൾക്കാത്തതാണെന്ന് എനിക്കറിയില്ല. ആ കൈ വെച്ചിട്ട് അവിടെ നുള്ളാന്ന് പറയും, നമ്മളവിടെ നുള്ളാന്ന് പറയും. എന്താ ആ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരുന്നു പിച്ചത്. ഞാൻ എന്റെ ജീവിതത്തില് എന്ത് മറന്നാലും ഇക്കാര്യം ഞാൻ മറക്കാം. അത് എന്നെ ട്രോമയിലാക്കിയ ഒരു സംഭവമാണിത്. ഞാൻ വാവിട്ട് കരഞ്ഞിട്ടും ഞാനിതിപ്പോഴും പറയുമ്പോ ഞാൻ ഇമോഷണൽ. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആരെയും ഡിസ്കസ് ചെയ്യാത്തൊരു സംഭവമാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ആരിഫ് സാറിനോട് പറയുന്നത്. അപ്പൊ എന്നെ ഭയങ്കര ട്രോമയിലാക്കിയ ഒരു സംഭവമാണിത്. ഞാനവിടെ വാവിട്ട് കരയുമ്പോഴും പിള്ളേരുണ്ട്, കാരണം കുഞ്ഞു പിള്ളേരാണല്ലോ, അവർക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊന്നും തടുക്കാനൊന്നും പറ്റില്ല. ബാക്കി സാർമാരൊന്നും ഇല്ല തോന്നുന്നുണ്ട്. മദ്രസ കഴിഞ്ഞ എന്തോ സംഭവമാണ് ആ സംഭവത്തിൽ. അപ്പൊ ഞാൻ കരഞ്ഞിട്ട് സാറ് നിർത്തുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം അങ്ങനെ പിടിച്ചു തന്നു. പിന്നെ മൂപ്പര് വിട്ട് എന്നോട് ചോദിച്ചു, മേലിൽ ഇങ്ങനത്തെ ഡൗട്ട്സും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചൊരു സംഭവമാണ്. എന്തായത് എനിക്ക് തോന്നിയൊക്കെ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി, അങ്ങനത്തെ ഒരു ലെവലിലോട്ട് ഞാനിനി ഇല്ലാണ്ടായാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. ചന്ദ്രനെ പിളർത്താൻ പോയി ഭൂമി പിളർന്നാൽ മതി. അതെ അതെ, ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥ. ഞാൻ കരഞ്ഞ് എന്റെ കണ്ണൊക്കെ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അങ്ങനത്തെ ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിലെത്തിയപ്പോ ഉമ്മക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദ്യം ചോദിച്ചപ്പോ കുട്ടീനെ അടിക്കൂ അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോലെ എനിക്ക് വിമർശനമായിരുന്നു, പഠിക്കൂല അങ്ങനെയാണ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എനിക്ക് വിമർശനമായിരുന്നു തരുന്നത്. ഈ ഒരു നുള്ളല് എനിക്ക് 2 ആഴ്ചയോളം എനിക്ക് വേദന ഉണ്ടായിരുന്നു. പഴുത്തുപോയി, അതൊരു കുരുപോലെ വന്നു. അതായത് കല്ലിച്ചിട്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അപ്പൊ ഒരു ഭയങ്കര ചുവന്നൊരു ഉണ്ട പോലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 വീക്സോളം ഞാൻ എനിക്ക് ഇരിക്കാനോ മര്യാദ നടക്കാനോ ഒരു ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഭയങ്കര
ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ആ വേദന. ഒരു കുഞ്ഞാവുമ്പോ ആ വേദനത്തോളം എത്ര ഇടങ്ങേറാവും ആർക്കായാലും മനസ്സിലാവുന്നു. അപ്പൊ വീട്ടില് ഉമ്മ കണ്ടിരുന്നു. ഉമ്മാന്റെ വിചാരം എന്തോ കുരു എന്തോ ആണ്. ഞാൻ പറയാനും നിന്നിട്ടില്ല, കാരണം എനിക്ക് പറയാൻ പേടിയായിരുന്നു. ഇനിയിപ്പൊ ഞാൻ വീട്ടിലും കൂടി പറഞ്ഞാല് എനിക്ക് ഇതിനേക്കാൾ അപ്പുറമായിരിക്കും എന്ന് എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഈ മദ്രസയിൽ പോകുമ്പോ ഈ സാറിന് എന്നെ കാണുമ്പോ ഭയങ്കര പുച്ഛമായിരുന്നു. ഞാൻ ഇരിക്കുമ്പോഴൊക്കെ ഇടങ്ങേറി കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ കണ്ടിട്ട് ആ സാറിന് ഒരു മനസ്സാക്ഷിയില്ലായിരുന്നു എൻ്റെ അടുത്ത്. എന്നെ കാണുമ്പോ കളിയാക്കുക, ഇനി നിനക്ക് എന്തെങ്കിലും കഴിയുമ്പോൾ നീ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നോട് ചോദിക്കാൻ, അങ്ങനൊക്കെ ഒരു കുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് വർത്താനായിരുന്നു അവർക്ക്. ഒരു വർഷം ഞാൻ എങ്ങനെ കടന്നു പോകാൻ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ പേടിയാണത്. ഒരു വർഷം പിന്നെ ഞാന് എത്രാം ക്ലാസ് ആയിട്ട് വരും? 4th 4 സ്കൂളിൽ ഞാനൊരു 6ാം ക്ലാസ്സില്. അപ്പൊ ആ ഒരു നോക്കി അപ്പൊ ഞാൻ 5th സ്റ്റാൻഡേർഡിലോട്ട് പാസ്സായി. അപ്പൊ എന്റെ മനസ്സിൽ ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ഈ സാറ് എന്റെ സാറായിട്ട് വരരുത് എന്നുള്ള ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ എനിക്കറിയില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അന്ന് കുഞ്ഞു കുട്ടികളാകുമ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്നുള്ള സമാധാനം എനിക്കല്ലോ. 5th സ്റ്റാൻഡേർഡിൽ എനിക്ക് ആ സാറുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു വർഷം എനിക്ക് ഭയങ്കര ഒരു സമാധാനപരമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. അതെ. പിന്നെ ഇങ്ങനത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള സാർമാരൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു ഫേവറേറ്റ് സാറിനെ തന്നെ പറഞ്ഞിട്ടില്ല. എങ്ങനെ വീട്ടിൽ ഇത് പറഞ്ഞിട്ടില്ല? ഇല്ലല്ല, വീട്ടിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ പേടിയായിരുന്നു അതൊക്കെ. ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഇതെനിക്ക് പറയുന്നത്. അതെ, ഇതെല്ലാരും ആദ്യമായിട്ട് എനിക്ക് കേൾക്കുന്നത്, എന്നെ അറിയുന്ന ആരായിട്ടൊക്കെ. കാരണം എനിക്ക് ഞാൻ എപ്പോ പറഞ്ഞാലും ഭയങ്കര ഇമോഷണൽ ആവും. ഞാൻ ഇപ്പോഴും ഇമോഷണൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇനി എന്റെ കരയുന്ന ഒരു ഫേസ് വേറുള്ളവർ കാണരുത് എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ഞാൻ പറയാത്താറ്. അങ്ങനെ ഞാൻ 5th സ്റ്റാൻഡേർഡ് ഒരു വർഷം അങ്ങനെ ഒരു സമാധാനപരമായ രീതിയിൽ പോയി. അങ്ങനെ വേണ്ടി ഞാൻ 6th സ്റ്റാൻഡേർഡിലോട്ട് എത്തി. 6th സ്റ്റാൻഡേർഡ് എത്തിയപ്പോ ആളെന്നെ വീണ്ടും എന്റെ സാറായിട്ട് വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഒരു 2 വീക്സോളം ഞാൻ മദ്രസയിൽ പോയി. എനിക്ക് എന്റെ ഒരു നൈറ്റ്മെയർ എന്ന് പറഞ്ഞ പോലെ പറയാം. എനിക്ക് പേടിയായിരുന്നു അങ്ങോട്ട് പോകുന്ന ഒരു സമയം. ഇയാളെ ഒരു ചാൻസ് മിസ്സാക്കൂല എന്നെ അടിക്കാൻ കിട്ടുന്ന, അങ്ങനെ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും നമ്മള് ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോൾ മൂപ്പരൊരു അടിയുണ്ട്, ഭയങ്കര വേദനയാണ് കൈപ്പിക്കുന്നത്. അങ്ങനെ ഒരു അടി നമുക്ക് തരും. അത് എനിക്ക് തോന്നുന്നതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ സമയത്ത് വരുമ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ടായിരുന്നു ആ അടിയൊക്കെ. അപ്പോ അങ്ങനെ ഞാൻ 2 വീക്സ് കഴിഞ്ഞപ്പോ സോറി 2 വീക്സ് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വീട്ടിൽ നിർബന്ധിച്ച് പറഞ്ഞു ഞാൻ മദ്രസയിൽ പോകില്ല എന്ന് പറഞ്ഞു. എനിക്ക് കഴിയില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് വേറെ സ്കൂൾ മാറി. അതുകൊണ്ട് എനിക്ക് കുറച്ച് ട്രാവലിംഗ് സമയം എനിക്ക് ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റലും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാരണം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിർബന്ധിച്ചിട്ട് ഞാൻ പോകില്ലെന്ന് പറഞ്ഞപ്പോ ഉമ്മ എന്റെ ഭാഗ്യത്തിന് സമ്മതിച്ച് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 6th സ്റ്റാൻഡേർഡ് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അതാണ് ഞാൻ തുടക്കത്തിൽ എത്ര വരെ പോയിന്ന് പറഞ്ഞപ്പോ അതെ 6th സ്റ്റാൻഡേർഡ് അപ്പൊ പറയാതിരുന്നത് ഈ സസ്പെൻസ് ആണ്. അതെ അതെ. അപ്പൊ ഇതിപ്പോ കേൾക്കുമ്പോ ആളുകൾ ധരിക്കുക ഓക്കെ ഉസ്താദ് പിച്ചി അതുകൊണ്ട് മദ്രസ നടത്തി അങ്ങനെയാണ് ധരിക്കുക. പക്ഷെ അതല്ലല്ലോ കാര്യം. ഇതൊരു ജനുവിനായിട്ടുള്ള ഒരു മുഹമ്മദ് നബി ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾക്ക് തോന്നിയ ഒരു യുക്തിപരമായ ചിന്തയുടെ പുറത്തുള്ള ഒരു ചോദ്യം, ഒരു സംശയം, അത് ഉസ്താദിനോട് ചോദിച്ചപ്പോ ഉത്തരമില്ലാത്തതിന് ഉസ്താദ് കൊടുത്ത മറുപടിയാണ് ഈ പിച്ചി പറിക്കൽ. അത് ആ വിദ്യാർത്ഥിയെ എന്താ പറയാ കാര്യം മനസ്സിലായി. കാര്യമെന്ന് പറഞ്ഞാൽ അതായത് ഈ നുള്ളലൊരു മറുപടിയാണ്. കാരണം അതിന് കൃത്യമായ മറുപടി ഉസ്താദിന് കിട്ടിയില്ല. ചിലപ്പോൾ ഉസ്താദിന് പെട്ടെന്നത് എല്ലാ വിഷയത്തിനും കൃത്യമായ മറുപടി എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാലും ആ ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ആ സ്ത്രീ പെൺകുട്ടി പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായ. എന്നാലും ഇത് ഒരു ചന്ദ്രൻ പിളർക്കുക, ഇങ്ങനെ ചന്ദ്രൻ പിളർക്കുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകണം, വലിയൊരു പ്രളയം ഉണ്ടാകണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകണം, ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ ചോദ്യമാണ്. ഉദാഹരണത്തിന് ഒരുപാട് ഉദാഹരണം പറയാം, ഒരുപാട് പറയാം. നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ, സ്മാർട്ട് ഫോൺ അല്ലേ, അതല്ലേ, അതിൽ ഒരു ചിത്രം നാം പിളർത്തുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ സ്വൈപ്പ് ചെയ്യുന്നു, അങ്ങനെ പിളർത്തുകയാണ്. എന്നാൽ അത് ചെയ്യുന്ന സമയത്ത്
എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നു, ബാറ്ററി എന്തെങ്കിലും സംഭവിക്കുന്നു, അവിടെ മൊബൈലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കും, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അതിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് നിർമ്മിച്ചത്, ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഇവിടെ ചന്ദ്രനെ പിളർത്തിയത് ഇവിടെ ഒരു ഉറുമ്പിന് പോലും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹു അതിനെ പിളർപ്പിച്ചത് എന്തിനാണ്? പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടിയാണ്. ഇവിടെ 2 ചോദ്യം ഉണ്ടാകുന്നു വീണ്ടും. കാരണം ഇങ്ങനെ ചന്ദ്രൻ പിളർക്കുമ്പോൾ എന്തേ ലോകം മൊത്തം ഇത് അറിഞ്ഞില്ല എന്നൊരു ചോദ്യം ഉണ്ടാകും. ലോകം മൊത്തം അറിയാതിരിക്കാനുള്ള കാരണം എന്താണ്? പിന്നെ ചന്ദ്രൻ പിളർന്നപ്പോൾ ഉണ്ടാകാത്ത നാശനഷ്ടങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഉദാഹരണക്ക് നമ്മുടെ കുട്ടികളാണല്ലോ ചോദിക്കുന്നത്. ആരിഫ് ഹുസൈന് വേറെ മറുപടിയുണ്ട്, കുട്ടിയാണല്ലോ ചോദിച്ചത്, കുട്ടികളുടെ മറുപടി. നമ്മുടെ ഉദാഹരണക്ക് ഒരു കണ്ണാടി, പ്രത്യേകമായ ഒരു ഉപകരണം കൊണ്ട് നാം ആ കണ്ണാടി മുറിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് അതിനെ പിന്നെ കൂട്ടി യോജിപ്പിക്കുന്നത്, പ്രത്യേകമായ ഉപകരണം കൊണ്ട് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനാ മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ ഉദ്ദേശം, ആ കണ്ണാടിയെ പല രീതിയിൽ മുറിച്ചെടുക്കാം, പല കേടുപാടുകളും സംഭവിക്കാം കണ്ണാടി മുറിച്ചെടുക്കുമ്പോൾ. എന്നാൽ നമ്മുടെ പ്രത്യേകമായ ഉപകരണം കൊണ്ട് മുറിച്ചെടുക്കുന്നത് ഒരു കേടുപാട് സംഭവിക്കാൻ പാടില്ല. അതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ഒരു ഉറുമ്പിന് പോലും ഇവിടെ കേടുപാട് അല്ല. ഇതിന് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നതിനേക്കാൾ ഈ ചന്ദ്രൻ പിളർന്നു എന്നതിന് കേരളത്തിലേക്ക് പോയാൽ നമുക്ക് കാണാം. നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ അതിൻ്റെ തെളിവ്. പിന്നെ നമുക്ക് ലോകത്തുള്ള മൊത്താളുകൾക്ക് കണ്ടില്ല എന്നതിൻ്റെ തെളിവ് സമയവ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ മക്കയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അമേരിക്കയിൽ പകലായിരിക്കാം. മക്കയിൽ ചിലപ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ അമേരിക്കയിൽ ചിലപ്പോൾ ഉച്ചയായിരിക്കാം. ചന്ദ്രനെ കാണണമെന്നില്ല, ആകാശത്തിൽ ഒരുപോലെ ഉദിക്കണം, അസ്തമിക്കണം, വ്യത്യസ്തങ്ങൾ സംഭവിക്കാം. ഇനി ഒരു പക്ഷെ എല്ലാവരും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ ക്യാമറകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് പുറത്ത് നോക്കിയവരെല്ലാവരും കണ്ടിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവ് ഇന്ന് കൊടുങ്ങല്ലൂരിൽ പോയാൽ കാണാം. കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാൾ മസ്ജിദ് നമുക്കതൊരു വലിയ ഉദാഹരണമാണ്. ആരായിരുന്നു ചേരമാൻ പെരുമാൾ രാജാവ് ചക്രവർത്തി അല്ലേ? ഭാസ്കർ രവി വർമ്മ ആയിരിക്കണം, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. ഏതായാലും നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ അത് കാണാവുന്ന വളരെ കൃത്യമായി കാണാം. ഈ ഭാസ്കർ രവി വർമ്മ എന്ന് പറയുന്ന ആൾ തൻ്റെ രാജാവ് അല്ലേ, ചേരമാൻ പെരുമാൾ രാജാവ് കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കുകയാണ്. ആകാശത്ത് നോക്കിക്കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ ഈ ദൃശ്യം വളരെ വ്യക്തമായി കാണുന്നുണ്ട് അയാൾ. കാരണം ആ സമയത്ത് എന്തെല്ലാം സംഭവിക്കുക. ഉദാഹരണത്തിന് ഒരാൾ ഗോളടിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ശക്തി ഇങ്ങനെ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഗോളടിക്കുന്ന സമയത്ത് ചില ആളുകൾ 10,000 ആളുകൾ കാണുന്നുണ്ട്. ആ 10,000 ആളുകൾ, ചില ആളുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി കുപ്പി പരുതാൻ വേണ്ടി താഴേക്ക് കുനിഞ്ഞ ആൾക്കത് കാണണമെന്നില്ല. അല്ലെങ്കിൽ മൊബൈൽ സംസാരിച്ചു കൊണ്ടുമ്പോൾ വേറെ ശ്രദ്ധയിൽ പോയവർക്കത് കാണണമെന്നില്ല. അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുന്ന ഒരാൾക്കത് കാണണമെന്നില്ല. പക്ഷെ അത് വീക്ഷിക്കുന്ന ആൾ കൃത്യമായി കാണും. അയാൾ കണ്ടു പറയും, ഗോൾ അടിച്ചത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു, ഭയങ്കരമായിരുന്നു എന്ന് പറയും. പക്ഷെ ഇയാൾ കണ്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവിടെ സംഭവിച്ചിട്ടില്ല എന്നാ കാര്യം. സംഭവിച്ചിട്ടുണ്ട്. ചേരമാൻ കൃത്യമായി കേരളത്തിൽ നിന്ന് കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. ഭാസ്കർ അല്ലേ, അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? അവിടുത്തെ ഒരുപാട് പണ്ഡിതന്മാരെ വിളിപ്പിച്ചു, ജ്യോത്സ്യന്മാരെ വിളിപ്പിച്ചു, ചോദിച്ച് എന്താണ് ഇത് സംഭവിച്ചത്, എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് ഇങ്ങനെ ചന്ദ്രൻ പിളർന്നു പിന്നെ അതിങ്ങനെ ചേർന്ന് നിൽക്കുന്ന കണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്? ആർക്കും ഒരു മറുപടിയില്ല. ആ സമയത്തായെന്ന് സൗദിയിൽ നിന്നോ അറബിയിൽ നാടിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരുന്നവരുണ്ടായിരുന്നു. അവരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അവരോട് പറഞ്ഞു, ഞാൻ ആകാശത്തിൽ ഇത്ര രീതിയിലുള്ള ഇങ്ങനെ ചന്ദ്രൻ പിളർന്നത് ഞാൻ കണ്ടു, എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, മക്കയിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി അതിനൊരു തെളിവായി ചന്ദ്രനെ പിളർത്തിയതാണെന്ന് പറഞ്ഞു. ഈ അത്ഭുതകരമായ കാഴ്ച കാണുമ്പോൾ അതിൻ്റെ അത്ഭുതം അറിയാൻ വേണ്ടി, കാരണം കണ്ണുകൊണ്ട് കണ്ട ആൾ ഇസ്ലാം മതം സ്വീകരിക്കും. അയാൾ ഇത് കണ്ട ഉടനെ നേരെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നേരെ വിദേശത്തേക്ക് പോയി, ഗൾഫിലേക്ക്, സൗദി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അരികിലേക്ക് പോയി. പ്രവാചകൻ്റെ അരികിൽ പോകുമ്പോൾ തൻ്റെ രാജ്യത്തിൽ വെപ്പിച്ചുകൊണ്ട് നേരെ പ്രവാചകത്തിൻ്റെ അരികിൽ പോയിട്ട് നോക്കുമ്പോൾ ഇത് നടന്നത് സത്യമാണ്. യാത്രയിലൂടെ കൂടെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് പ്രവാചകൻ്റെ തെളിവാണെന്ന് കൃത്യമായി മനസ്സിലായി. ഇത് കണ്ട ഒരാൾ അത്ഭുതപ്പെട്ടു. ചേരമാൻ ഈ ഭാസ്കർ രവിവർമ്മ എന്ന് പറയുന്ന ഈ ചേരമാൻ പെരുമാൾ രാജാവ് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഇസ്ലാം മതം സ്വീകരിച്ചു, താജുദ്ദീൻ എന്നുള്ള പേര്
സ്വീകരിച്ചു, മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു വരുന്ന സമയത്ത് ഒമാൻ വെച്ച് സലാലയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാമിനെ കേരളത്തിൽ പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് കൊടുങ്ങല്ലൂരിൽ പോയാൽ ആ പള്ളി അത് ചന്ദ്രൻ പിളർന്നതിൻ്റെ തെളിവാണ്, ചരിത്രത്തിലുള്ള തെളിവാണ്. ആകാശത്തിലേക്ക് നോക്കിയവർ കാണും. ഒരു മിന്നൽ, ഒരു ഉദാഹരണം കിടക്കും, ഒരു മിന്നൽ, ഭയങ്കരമായൊരു മിന്നൽ സംഭവിച്ചിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന ആൾക്ക് ഇത് കാണുമോ? കാണൂലല്ലോ. അതേ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് കാണും, അവർക്ക് അത്ഭുതമാകും. തീർച്ചയാണ്, മറ്റുള്ളവർക്ക് കാണണമെന്നില്ല, പിന്നെ അത്ഭുതം സംഭവിക്കണമെന്നില്ല. കാരണം ഇങ്ങനെ പിളരുമ്പോൾ ഇന്ന് നോക്കൂ, ലോകശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച വലിയ ഒരു ഗവേഷണമാണല്ലോ ചന്ദ്രനത്തിൽ വില്ലലുണ്ട്. ഞാൻ പറഞ്ഞില്ല, കണ്ണാടി പ്രത്യേകമായ ഉപകരണം കൊണ്ട് അത് മുറിച്ചെടുത്തു. എന്നിട്ടത് കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ ചെറിയ വില്ലൽ ഇത് കാണും, സ്വാഭാവികമാണ്. അതേപോലെ ചന്ദ്രനിൽ ആ വില്ലൽ ഇല്ലാത്ത രീതിയിൽ അള്ളാഹുക്കത് കൂട്ടിച്ചേർക്കാം. എന്നാലും അള്ളാഹു വില്ലൽ വെച്ചിട്ടുണ്ട്. ആ വില്ലൽ ഇന്ന് ലോകം കാണുന്നുണ്ട്. ആ വില്ലൽ കണ്ടവർ പറയുന്നുണ്ട്, ഈ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്, ഇതിന് പിളർപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. അത് പ്രവാചകത്തിൻ്റെ തെളിവ് ഇന്നും ചന്ദ്രനിൽ പോയാൽ ഇപ്പം കാണാം. ഈ ആരിഫ് ഹുസൈൻ ഇങ്ങനെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഒന്നിനും മറുപടി ഇല്ല എന്ന് പറയും. ഒന്ന് ചന്ദ്രനിലേക്ക് പോകും, അവിടെ പോയി നോക്ക്. ആ പ്രവാചകത്തിൻ്റെ ആ അടയാളം, ആ തെളിവ് ഇന്ന് ഇപ്പോൾ കാണും. ഈ കേരളക്കാരനാണല്ലോ, എന്നാൽ കൊടുങ്ങല്ലൂരിൽ പോയാൽ നിനക്ക് കാണാം. ചേരമാൽ പെരുമാൾ പള്ളി പോകും, അവിടെ നോക്കിയാൽ ഇതൊക്കെ കാണാം. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം